ടു ഇമ്പർ. സോ നമ്മൾ നോക്കാൻ പോകുന്ന നോമൻക്ലേച്ചർ ആൻഡ് ഐസോമെറിക് ഇൻ ഓർഗാനിക് കെമിസ്ട്രി ആണ്. സോ ബേസിക്കലി കുറച്ച് ടേംസുകളായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ മിക്കവാറും 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കും കേട്ടോ. മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ബേസിക്കലി നമ്മൾ ഓൾറെഡി IUPAC റൂളുകൾ നമ്മൾ പഠിച്ചു. എന്താണ് IUPAC പഠിച്ചു. ഇനി സ്റ്റീരിയോ ഐസോമെറിസം ഇതൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് 4th സെമ്മിൽ ഭയങ്കരമായിട്ട് ഉപയോഗം വരും. കാര്യം അവിടെയൊക്കെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ബേസിക് ഐഡിയ മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് വൺ നമ്മൾ IUPAC നോമൻക്ലേച്ചർ ഫോർ അറോമാറ്റിക് കോമ്പൗണ്ട്. അറോമാറ്റിക് കോമ്പൗണ്ട്സിന് എങ്ങനെയാണ് IUPAC നോമൻക്ലേച്ചർ നമ്മൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രിഫിക്സ് നെയിം ആണ്. സോ ഓൾറെഡി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂന്റ് നെയിംസ് എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യേണ്ടത് പ്രിഫിക്സ് ആയിട്ടാണ്. അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ പേരുകളുടെ പ്രിഫിക്സ് ആയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂന്റ്സിന്റെ നെയിംസുകൾ നമ്മൾ വെക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പൊ എക്സാമ്പിൾ ബെൻസീൻ റിംഗ് വർത്ത് 1 നൈട്രോ ആണെങ്കിൽ നൈട്രോ ബെൻസീൻ എന്നാണ് പറയുക. സോ ബെൻസിൻ ഇപ്പുറം വെച്ചു, നൈട്രോ പ്രിഫിക്സ് വെച്ചു. സോ നൈട്രോ ബെൻസിൻ എന്നാണ് അരോമാറ്റിക് കോമ്പൗണ്ട് പറയാ. ഇനി മൾട്ടിപ്പിൾ സിമിലർ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. അതായത് ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡൈ ട്രൈ ടെട്ര എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ 1,2 ഡൈ ബ്രോമോ ബെൻസീൻ എന്ന് പറയുന്നത് 2 ബ്രോമോ ഗ്രൂപ്പ് അഡ്ജസന്റ് കാർബൺ ആറ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. സോ 2 ബ്രോമോ ഗ്രൂപ്പ് ഇങ്ങനെ അഡ്ജസന്റ് ആയിട്ട് ഇരിക്കുവാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, 1,2 പൊസിഷൻ പറയാണ് 1,2 ഡൈ ബ്രോമോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇനി ഡിഫറൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരികയാണ്, സെയിം അല്ല ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഡിഫറൻറ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആൽഫബറ്റിക് ഓർഡറിലാണ്. 2 ക്ലോറോ 1 മീഥൈൽ 4 നൈട്രോ ബെൻസീൻ എന്ന് പറയുന്നത് പോലെ. സോ ക്ലോറോ ആൻഡ് മീഥൈൽ ആണ്. സോ നൈട്രോ ബെൻസിൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, നൈട്രോ പ്രിഫിക്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. നമ്മൾ ആ ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെയിമാണ്. അതങ്ങനെ എടുത്ത് ഓരോന്നായിട്ട് പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി ഓർത്തോ മെറ്റാ പാരാ പ്രിഫിക്സ്. അപ്പൊ നിങ്ങൾ ചിലത് കണ്ടിട്ടാം ഓർത്തോ പാര എന്ന് കണ്ടിട്ടുണ്ടാവും. സോ എന്താണ് ഓർത്തോ? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1-2 പൊസിഷനിലാണ്, ബെൻസീൻ റിംഗിന്റെ 1ഉം 2ഉം പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർത്തോ എന്ന് പറയാം. പിന്നെ ഓർത്തോ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ബെൻസീന്റെ 1ഉം 2ഉം ആണ്. മെറ്റയാണെങ്കിൽ 1, 3 ആൻഡ് പേര ആണെങ്കിൽ 1, 4 പൊസിഷനിലായിരിക്കും ബെൻസീൻ റിംഗിന്റെ അറ്റാച്ച്മെന്റിൽ ഉണ്ടായിരിക്കുക. ഇത്രയേ ഉള്ളൂ. ഓർത്തോ ആണെങ്കിൽ 1-2 പൊസിഷൻ ഓഫ് ബെൻസീൻ റിംഗ്, മെറ്റ ആണെങ്കിൽ 1-3 പൊസിഷൻ ഓഫ് ബെൻസീൻ റിംഗ്, പാര ആണെങ്കിൽ 1-4 ആയിരിക്കും. ഇത് മറന്ന് പോകരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി അങ്ങോട്ടൊക്കെ നിങ്ങൾ ഇത് പറയും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നമ്മൾ പറയാൻ പോകുന്ന അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആസ് സബ്സ്റ്റിറ്റ്യൂൻസ്. അരോമാറ്റിക് കോമ്പൗണ്ട് സബ്സ്റ്റിറ്റ്യൂൻസ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ്. സോ നമ്മുടെ കയ്യിൽ ആൽക്കീൻ ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ദീസ് ആർ അറ്റാച്ച്ഡ് ടു ആൻ അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് വെക്കുക. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്റെ പാരന്റ് ഏതെന്നാണ് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആര് പറയും, അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് എന്ന് നിങ്ങൾ പറയും. എന്നാൽ അങ്ങനെയല്ല. അരോമാറ്റിക് കോമ്പൗണ്ട്സിന് കൂടെ സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ടിനെയാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് ആൽക്കീൻ ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും പാരന്റ് ആയിട്ട് വരിക. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബെൻസീൻ റിംഗ് ഒരു ആൽക്കീനും പ്ലസ് ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനൈൽ ഡിനോട്ട് ബൈ PH എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പറയുവാണ് ബേസിക്കലി ചെയ്യുക കേട്ടോ. അപ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഐസോമെറിസം ആണ്. ഇത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗം വരുന്ന ഒരു സാധനമാണ് കേട്ടോ. സോ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ ഐസോമെറിസം ഈസ് ദ ഫിനോമിന വെയർ കോമ്പൗണ്ട് ഹാവ് ദ സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെന്റ് കെമിക്കൽ സ്ട്രക്ചർ. അതായത് ഒരേ കെമിക്കൽ ഫോർമുല ആയിരിക്കും, എന്നാൽ സ്ട്രക്ചറിൽ എന്തായിരിക്കും മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സെയിം കെമിക്കൽ ഫോർമുല ആൻഡ് ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും. ഇനി എന്താണ് ഐസോമേഴ്സ്? കെമിക്കൽ കോമ്പൗണ്ട് വിത്ത് ഐഡന്റിക്കൽ ഫോർമുല ബട്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് അറ്റോമിക് അറേഞ്ച്മെന്റ്. സോ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, എന്നാൽ പ്രോപ്പർട്ടീസും അറ്റോമിക് അറേഞ്ച്മെന്റും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡെഫിനേഷൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. സോ എറ്റിയോമോളജി പറയുവാണെങ്കിൽ ഐസോമർ ഗ്രീക്ക് വേർഡ് ഐസോസ് ഈക്വൽ അല്ലെങ്കിൽ മെറോസ് പാർട്ട് എന്നുള്ള വാക്കിൽ നിന്ന് വന്നതാണ്, 1830 വന്നതാണ്. സോ ഇതൊന്നും വലിയ അത്യാവശ്യമൊന്നുമില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി ഒന്ന് വെച്ചിരിക്കുക, എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ ഐസോമേഴ്സ് തന്നെ വീണ്ടും ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അടുത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് ആണ്. സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. സോ ഫർദർ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. സോ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾസോ നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം എന്ന് പറയാറുണ്ട്. സോ ജസ്റ്റ് റെഫർ ദ ടെക്സ്റ്റ് ബുക്ക്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, റെഫർ ചെയ്യണം കേട്ടോ. ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻവോൾവ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം ഓർ ഫങ്ഷണൽ ഗ്രൂപ്പ് വിത്തിൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ തന്നെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഉണ്ട്, എന്ത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഒക്കെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്
അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. സോ വാട്ട് ഈസ് സ്റ്റീരിയോ ഐസോമറിസം? നിങ്ങൾ അടുത്ത വർഷം പഠിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫോർത്ത് സെമ്മിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. സോ ഇൻവോൾവ് കോമ്പൗണ്ട് ദ സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് ബോണ്ടിങ് സീക്വൻസ് ബട്ട് ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം. സോ ബേസിക്കലി ഈ മോളിക്യൂൾസിന്റെ ഫോർമുലയും ബോണ്ടിങ് സീക്വൻസും എല്ലാം സെയിം ആണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ അറേഞ്ച്മെന്റ് ഇല്ലേ, സോ നോർമൽ ഇരിക്കുന്ന അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അറേഞ്ച്മെന്റ് ഒക്കെ മാറ്റം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കെമിക്കൽ ഫോർമുലയും അല്ലെങ്കിൽ അതിന്റെ ബോണ്ടിങ്ങും ഒക്കെ എന്തായിരിക്കും മറ്റുള്ളത് പോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സ്റ്റീരിയോ ഡിഫറൻസ് കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. സോ സ്ട്രക്ചറൽ ഐസോമർസ് എന്താ പറഞ്ഞേ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ആൻ ആറ്റം ആണ്, ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം ഓർ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വിത്തിൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്തുള്ള ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആണ്, മറന്ന് പോകരുത്. സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫറെന്റ് സ്ട്രക്ചർ. സ്റ്റീരിയോ മീൻസ് ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ്, മറന്നു പോകരുത്. സോ സബ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ചെയിൻ ഐസോമറിസം. സോ ഡിഫറെന്റ് ബ്രാഞ്ചിങ് ഓഫ് ചെയിൻ കാർബൺസ് ആണ്, അല്ലെങ്കിൽ ചെയിൻ കാർബൺസിൽ ഉണ്ടാകുന്ന ഡിഫറെന്റ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ചെയിൻ ഐസോമറിസം എന്ന് പറയുക. ആൻഡ് പൊസിഷൻ ഐസോമറിസം ആണ്, ഡിഫറെന്റ് പൊസിഷനിൽ വെക്കുന്ന, ഡിഫറെന്റ് പൊസിഷനിൽ പേര് പറയുന്ന പോലെ ഡിഫറെന്റ് പൊസിഷൻ. ആൻഡ് ഫംഗ്ഷണൽ ഐസോമറിസം പേര് പറയുന്ന പോലെ ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വിത്ത് സെയിം ഫോർമുല ആയിരിക്കും. ശ്രദ്ധിക്കണം, ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വിത്ത് സെയിം ഫോർമുല, മറന്നുപോയത്. ഫംഗ്ഷണൽ ഐസോമറിസം ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ്. ആൻഡ് റിംഗ് ചെയിൻ ഐസോമറിസം പറയുവാണെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ സൈക്ലിക് ചെയിൻ, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള മേജർ പോയിന്റുകൾ പഠിച്ച് തന്നെ പോവുക. സോ ചെയിൻ ഐസോമറിസം എന്താണ്? സോ ചെയിൻ ഐസോമറിസം ഓൾസോ നോൺ ആസ് സ്കെൽട്ടൽ ഐസോമറിസം എന്ന് പറയാറുണ്ട്. സോ കോമ്പൗണ്ട് ഡിഫറെന്റ് ബ്രാഞ്ച് സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എക്സാമ്പിൾ C5H12 എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, സ്ട്രേറ്റ് ചെയിൻ അല്ലെങ്കിൽ പെന്റീൻ ആയിട്ടും എന്ത് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഐസോപെന്റിനായിട്ട് ബ്രാഞ്ച് ആയിട്ടും നിൽക്കാം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഈ ഒരു മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷെ നമ്മൾ വരയ്ക്കുക മാത്രമാണ് വ്യത്യാസം വരിക. അതുകൊണ്ടാണ് പേരിൽ വ്യത്യാസം വരുന്നത്. പക്ഷെ അതിന്റെ കെമിക്കൽ ഫോർമുല ഒക്കെ സെയിം ആണ്, C5H12 തന്നെയാണ്. പക്ഷെ അതിന്റെ അറേഞ്ച്മെന്റിലാണ് വരുന്നത്, അല്ലെങ്കിൽ ചെയിൻ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. സോ പൊസിഷൻ ഐസോമറിസം ഓൾറെഡി പറഞ്ഞു, പൊസിഷൻ ഡിഫറെന്റ് ലൊക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ട്. സോ എക്സാമ്പിൾ C3H7Cl ആണ്. സോ നമ്മൾ അത് തന്നെ 1 ക്ലോറോ പ്രൊപ്പൈൻ ഓർ 2 ക്ലോറോ പ്രൊപ്പൈൻ ആയിട്ടും ഇരിക്കാൻ പറ്റും. ഡ്യൂ ടു എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുക. ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സോ ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് പൊസിഷൻ എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. നമ്മൾ ഓരോ കോമ്പൗണ്ടിന്റെയും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് ഒന്ന് അറ്റാച്ച് ആവുന്ന ഓരോ മോളിക്യൂളിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ്, റിയാക്ടിവിറ്റി ഒക്കെ നമ്മൾ പറയുന്നത്. സോ അത് തന്നെയാണ് പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഫംഗ്ഷണൽ ഐസോമറിസം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം കെമിക്കൽ ഫോമിൽ ആയിരിക്കും, പക്ഷേ ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ് വന്നിട്ടുള്ളത് കണ്ടോ. സോ ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി പറയുവാണെങ്കിൽ C3H6O ആണ് പറയുന്നത്. സോ ഇത് തന്നെ പ്രൊപ്പൈൻ ആയിട്ടും ഇരിക്കാൻ പറ്റും, പ്രൊപ്പനാലായിട്ട് ഇരിക്കാൻ പറ്റും, ആൻഡ് പ്രൊപ്പനോൺ ആയിട്ടും ഇരിക്കാൻ പറ്റും. സോ അതിൻ്റെതായ ഡിഫറൻസുകളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ആയിരിക്കും എന്നുള്ളതാണ്. മറന്ന് പോകരുത് എന്നുള്ളത് മറക്കരുത് കേട്ടോ. സോ ഇത്രയുമാണ് ഫംഗ്ഷണൽ ഐസോമറിസം. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഡേറ്റാസ് വേണം, കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ റെഫറൻസ് നോക്കുക, ഒരുപാട് റിയാക്ടിവിറ്റി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. So the next one is metamerism ആണ്. So metamerism arises due to different alkyl chain on each side of a functional group. മറന്നു പോകരുതേ, അതായത് മെറ്റാമെറിസം ഉണ്ടാകുന്നത് ഡിഫറെന്റ് ആൽക്കൈൽ ചെയിൻസ് വരുമ്പോഴാണ്. മെറ്റാമെറിസം arises due to different alkyl chain on each side of a functional group. ഓരോ സൈഡ് ഓഫ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രകാരമാണ് കേട്ടോ. സോ ഒക്കറൻസ് എങ്ങനെ ഉണ്ടാച്ചാൽ ഇത് റെയർ ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ്, എപ്പോഴും മെറ്റാമെറിസം ഉണ്ടാവില്ല. സോ യൂഷ്വലി ലിമിറ്റഡ് ടു molecules with divalent atom. So basically സൾഫറോ ഓക്സിജൻ അല്ലെങ്കിൽ ഡൈവാലന്റ് ആറ്റം ഒക്കെ ഉണ്ടാവുന്ന മോളിക്യൂൾസിൽ ഉണ്ടാവുന്നതിലാണ് കൂടുതൽ ഉണ്ടായി കാണാറുള്ളത്, സറൗണ്ട് ബൈ ആൽക്കിൽ ഗ്രൂപ്പ്. ആൽക്കിൽ ഗ്രൂപ്പ് സറൗണ്ട് ചെയ്ത്, ഇപ്പൊ ഒന്നും കൂടെ പറയാം, ഇത് റെയറസ്റ്റ് ആണ്, ലിമിറ്റഡ് ടു ദ മോളിക്യൂൾ വിത്ത് ഡൈവാലന്റ് ആറ്റം. അപ്പൊ ഡൈവാലന്റ് ആറ്റം ഉള്ളതിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണുക, മെറ്റാമെറിസം കാണുക എന്നുള്ളതാണ്. ലൈക്ക് സൾഫറോ ഓക്സിജനിലോ ആണ് കൂടുതലും കാണുക എന്നുള്ളതാണ്. സറൗണ്ട് ബൈ എന്താണ്, ആൽക്കിൽ ഗ്രൂപ്പ് ആണ്. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ C4H10O can exist as എത്തോക്സി ഈത്തേൻ ഓർ മെത്തോക്സി പ്രൊപ്പൈൻ, രണ്ടുമായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് എത്തോക്സി ഈത്തേൻ അല്ലെങ്കിൽ മെത്തോക്സി പ്രൊപ്പൈൻ, കൂടുതൽ എക്സാമ്പിൾ നമ്മുടെ റെഫറൻസിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. സോ
Next one is tautomerism. So tautomerism dynamically equilibrium between two compound with same molecular formula. രണ്ടും ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്, സെയിം മോളിക്കുലർ ഫോർമുല ഉള്ളതിനാണ് നമ്മൾ ടോട്ടോമെറിസം എന്ന് പറയാം. സോ ടോട്ടോമെറിസം എവിടെയാണ് ഡിഫറൻസ് പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇക്വിലിബ്രിയം രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും, മോളിക്കുലർ ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡൈനാമിക് ഇക്വിലിബ്രിയം ആണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ എവിടെയാണ് ഡിഫറൻസ് വരിക? സോ ടോട്ടോമെറിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടോമേഴ്സ് എന്ന് പറയുന്നത് ഡിഫർ ഓൺലി ഇൻ ദ പൊസിഷൻ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. പ്രോട്ടോണിന്റെയും ഇലക്ട്രോൺസിന്റെയും മാത്രമേ പൊസിഷൻ ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാണുമ്പോഴും സെയിം ആണ്, കെമിക്കൽ ഫോർമുലയും സെയിം ആണ്, എല്ലാം സെയിം ആണ്. പക്ഷെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും പൊസിഷനിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ദ മോസ്റ്റ് കോമൺ ഫോം എന്ന് വെച്ചാൽ കീറ്റോ എനോൾ ടോട്ടോമെറിസം ആണുള്ളത്. എന്താണ് കീറ്റോ എനോൾ ടോട്ടോമെറിസം ആണ്. വേർ എ കാർബണൽ കോമ്പൗണ്ട് വിത്ത് അറ്റ്ലീസ്റ്റ് 1 alpha hydrogen atom can convert to an enol via intermolecular proton transfer. So intermolecular proton transfer വഴിയിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ കാർബണൽ കോമ്പൗണ്ടിനകത്ത് ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, കൺവേർട്ട് ടു ആൻ ഇനോൾ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. കോമൺ നടക്കുന്ന ഫോമാണ് ടോട്ടോമെറിസം. അപ്പൊ ടോട്ടോമെറിസം ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും എഴുതണം. ടോട്ടോമെറിസം എന്ത് ചെയ്യുന്നത്, പൊസിഷനോ പ്രോട്ടോൺ ഇലക്ട്രോണിന്റെ ഡിഫറൻസിലാണ് വരുന്നത്. സോ കീറ്റോ ഇനോൾ ടോട്ടോമെറിസം ആണ് കോമൺലി കാണുന്നത്. കാർബണൽ കോമ്പൗണ്ട് ആണ് കൂടുതലും കാണുക. അതിനകത്ത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ ഇറ്റ്സ് കൺവേർട്ട് ടു ആൻ ഇനോൾ ആയിട്ട് മാറും. ഇതുണ്ടാകുന്നത് ഇന്റർ മോളിക്കുലാർ പ്രോട്ടോൺ ട്രാൻസ്ഫർ വഴിയിട്ടാണ് എന്ന് എഴുതുക. ആൻ എക്സാമ്പിൾ ഈസ് ദ കീറ്റോ ആൻഡ് ഇനോൾ ഫോം ഓഫ് അസറ്റോൺ. അസറ്റോണിന്റെ ഇനോളും കീറ്റോ ഫോമുമാണ് അതിന്റെ എക്സാമ്പിൾ എന്നും കൂടെ പറയാം. സിമ്പിൾ അല്ലേ, എളുപ്പമാണ് അല്ലേ. അപ്പൊ അധികം റിസ്ക് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. റിംഗ് ചെയിൻ ഐസോമേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓപ്പൺ ചെയിൻ സൈക്ലിക് ചെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ പ്രൊപ്പൈനും സൈക്ലോ പ്രൊപ്പൈനുമാണ് എക്സാമ്പിൾ ഉള്ളത്, അത് നോക്കിക്കോളാം. സോ സ്റ്റീരിയോ ഐസോമറിസത്തിന്റെ ടൈപ്പുകളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ജിയോമെട്രിക് ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. എന്താണ് ജിയോമെട്രിക് ഐസോമറിസം? ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ ഡബിൾ ബോണ്ട് ഓർ എ റിംഗ്. ഒന്നെങ്കിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ റിംഗിൽ ഉണ്ടാകുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ജിയോമെട്രിക് ഐസോമറിസം അല്ലെങ്കിൽ ജോമെട്രിക് ഐസോമറിസം എന്ന് പറയുക. ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം ആണെങ്കിലോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ, മറന്നു പോകരുതേ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഓഫ് എ മോളിക്യൂൾ. മിക്കവാറും ആൾക്കാർ ആദ്യമേ തെറ്റിക്കും. നോൺ സൂപ്പർ ഇമ്പോസിബിളിന്റെ പകരം എന്ത് സൂപ്പർ ഇമ്പോസിബിൾ ഇമേജ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിക്കും. അതൊന്നും മറന്നു പോകരുത്. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നുണ്ടെങ്കിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ആണ്. ഇതിന്റെ എങ്ങനെയാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറയുന്നതിന്റെ കുറെ എക്സാമ്പിൾസ് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റിൽ ഉണ്ട്, നോക്കുക കേട്ടോ. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഐസോമെറിസം ഇൻ കെമിസ്ട്രി. സോ ഐസോമെറിസിന് എന്താണ് ഇത്ര വലിയ ഇമ്പോർട്ടൻസ്? എന്തുകൊണ്ടാണ്? കാര്യം ഒരു റിയാക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ബയോളജിക്കൽ എഫക്റ്റുകൾ എങ്ങനെയാണ്, ഡ്രഗ് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇതൊരു ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഇല്ലാന്നൊന്നുമല്ല. 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. അല്ലെങ്കിൽ 10 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് ചോദിക്കത്തുണ്ടാവുള്ളൂ, അല്ലാതെ അധികം ഒന്നിൽ ചോദിക്കാൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിന്റെ ആ ഒരു സെൻസിൽ വേണം നിങ്ങൾ ചാപ്റ്റർ പഠിക്കാനും. റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിക്കണം. കാര്യം എല്ലാത്തിനും ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. സോ അത് മറന്നു പോകരുത്. നെക്സ്റ്റ് വേണം. താങ്ക് യു.